ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വചനപ്രഭാതം എന്ന ഈ ശുശ്രൂഷയിലൂടെ നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ തിരുവെഴുത്തുകളെ ധ്യാനിക്കുവാനും പഠിക്കുവാനും ജീവിതത്തിൽ അത് പ്രായോഗികമാക്കുവാനും ലഭിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിനായിട്ട് സ്തോത്രം സ്തോത്രം സ്തോത്രം. നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് പൗരുഷൻ്റെ പ്രവർത്തനങ്ങൾ അനുഗ്രഹമായി നടക്കും. മേലാലും അനുഗ്രഹമായി നടക്കുമെന്ന് കർത്താവിൽ ആശിക്കുന്നു. 22-ാം സങ്കീർത്തനത്തിൻ്റെ 8-ാമത്തെ വാക്യമാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന ചിന്ത. 22-ാം സങ്കീർത്തനം 8-ാം വാക്യം. യഹോവയിങ്കൽ നിന്നെ തന്നെ സമർപ്പിക്കുക, അവൻ അവനെ രക്ഷിക്കട്ടെ, അവൻ അവനെ വിടുവിക്കട്ടെ, അവനിൽ പ്രസാദമുണ്ടല്ലോ. കർത്താവായ യേശുവിനെക്കുറിച്ച് കണ്ടു നിൽക്കുന്നവർ പറയുന്ന ഒരു ഡയലോഗാണ്. കർത്താവ് ക്രൂശിൽ കിടക്കുമ്പോഴാണ് ഇത് സംഭവിച്ചത്. അത് മത്തായി, മർക്കോസ്, ലൂക്കോസ് 3 പേരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തായി സുവിശേഷം 27-ാം അധ്യായം അതിൻ്റെ 43-ാമത്തെ വാക്യം ഇപ്രകാരമാകുന്നു: അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, അവന് ഇവനിൽ പ്രസാദമുണ്ടെങ്കിൽ ഇപ്പോൾ വിടുവിക്കട്ടെ, ഞാൻ ദൈവപുത്രനെന്ന് അവൻ പറഞ്ഞുവല്ലോ. കുരിശിൽ നഗ്നനായി, മുറിവേറ്റവനായി, രക്തം വാർന്നൊഴുകി ഇരുമ്പാണികളിൽ തൂക്കപ്പെട്ട് കിടക്കുമ്പോൾ അവിടെ നിൽക്കുന്ന ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു വാക്കാണ്, ഒരു വാചകമാണ് ഇത്. അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്നല്ലേ അവൻ പറയുന്നേ? ദൈവത്തിന് അവനിൽ പ്രസാദമുണ്ടെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ ദൈവപുത്രനെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അവനെ ദൈവം രക്ഷിക്കട്ടെ. അത് 22-ാം സങ്കീർത്തനത്തിലെ ആ തർജ്ജിമ ഒരല്പം മാറിപ്പോയി. യഹോവയിങ്കൽ നിന്നെ തന്നെ സമർപ്പിക്കുക, അവൻ അവനെ രക്ഷിക്കട്ടെ, അവൻ അവനെ വിടുവിക്കട്ടെ, അവനിൽ പ്രസാദമുണ്ടല്ലോ. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്ന് അവൻ പറഞ്ഞുവല്ലോ. ദൈവത്തിന് എന്നിൽ പ്രസാദമുണ്ടെന്നും അവൻ ദൈവപുത്രനാണെന്നും അവൻ പറഞ്ഞുവല്ലോ എന്നാണ് മത്തായി ഇതിനെക്കുറിച്ച് പറയുന്നത്. മർക്കോസും ലൂക്കോസും പറയുന്നുണ്ട്. ഇപ്പം ഇത്രയേ ഉള്ളൂ കാര്യം. യേശു കർത്താവിൻ്റെ ഈ കഷ്ടവേളയിൽ ഇവരെല്ലാവരും കൂടി പറയുന്നൊരു വാക്ക്, ഇവൻ ദൈവപുത്രനാണ്, ഇവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ദൈവം ഇവനിൽ പ്രസാദിച്ചിരിക്കുന്നു എന്ന് യോർദാൻ നദി വെച്ച് പറഞ്ഞല്ലോ. അപ്പം ദൈവം പ്രസാദിച്ചിട്ടാണ് ദൈവപുത്രൻ ഇവിടെ വന്നതെന്ന് യേശുക്രിസ്തു പറയുന്നുണ്ടല്ലോ. കർത്താവ് അന്ന് കുരിശിൽ കിടക്കുമ്പോൾ മറുപക്ഷം, യഹൂദപക്ഷം പറയാണ്, അവന് ദൈവം രക്ഷിക്കട്ടെ, അവന് ദൈവം രക്ഷിക്കട്ടെ, അവന് ദൈവം പ്രസാദിച്ചു എന്നല്ലേ അവൻ പറയുന്നേ? അതെ, നിങ്ങൾ പറയുന്നത് സത്യമാണ്. അവനെ നിങ്ങൾ രക്ഷിക്കണ്ട, അവൻ നിങ്ങളെ രക്ഷിക്കാൻ വന്നവനാണ്. നിങ്ങളുടെ ഈ സഹതാപ തരംഗമൊന്നും ഇവിടെ വേണ്ട.
കർത്താവ് ഇങ്ങനെ കുരിശിൽ കിടക്കുമ്പോൾ കുറ്റബോധം കൊണ്ട് പറയുക, അവനെ ദൈവം രക്ഷിച്ചോളൂല്ലോ, അവൻ ദൈവത്തിൻ്റെ പുത്രനല്ലേ. ഇവിടെ നിങ്ങൾ തിരിച്ചറിയേണ്ടത് എന്താണെന്നറിയാമോ? അവൻ നമ്മെ രക്ഷിക്കുവാനാണ് ക്രൂശിൽ പിടയുന്നത്. അത് തിരിച്ചറിഞ്ഞ് അത് സ്വീകരിച്ച് രക്ഷ പ്രാപിപ്പാൻ സമർപ്പിക്കാം. ആമേൻ.